ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന വിഷയം എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധി എന്താ? ചൂട്. കൊറോണ പോലെ, വെള്ളപ്പൊക്കം പോലെ മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ചൂട്. ആ ചൂട് നമ്മൾ വളരെയേറെ അനുഭവിക്കുന്നില്ലയോ? അതുകൊണ്ട് ചൂടിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ചൂട് വരുത്തുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത്രയും ചൂട് കൂടുന്നതിന് കാരണം? ഈ പ്രതിസന്ധികളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ അറിവുകളും ഷെയർ ചെയ്യണം. കാരണം പുതിയ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. മനസ്സിലായോ? ചൂട് കൂടിയത് കൊണ്ടായിരിക്കും ആൾക്കാർ റോഡിലെല്ലാം സ്നഗ്ഗി കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പിയിടുന്നത് റോഡിലായിപ്പോൾ കേട്ടോ. എത്രയോ വൃത്തികെട്ട നിലപാടുകളാണ്. മനസ്സിലായോ? കൊച്ചപ്പിയ. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി പറയുകയാണ്. നമ്മൾ ഈ ചൂടിനെ ആധികാരികമായിട്ട് എടുക്കാം. എൻ്റെ കുഞ്ഞിന് ഈ ചിരി നിർത്തണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ എടുക്കും. ഓക്കെ, അപ്പോൾ കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഇപ്പോൾ തന്നെ ചൂടെടുത്ത് ഉപ്പാട് വന്ന് രാവിലെ ആയിട്ട്. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു മനുഷ്യന്, ഫിസിക്സുകാർ പറ, ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്ന ചൂട് എത്ര? ഏലിനി എത്ര? 37. അതെ, 37 എന്ന് പറയുന്ന അല്ല, ബോഡി ടെമ്പറേച്ചർ അത്രയും കാരണം വരുന്നത്. മനസ്സിലാവുന്നോ? നമുക്ക് പക്ഷേ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന എത്രയാണെന്നറിയാമോ? എത്ര? 40ൽ കൂടുതലാ. ഇവിടെ 41, 42ലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. 42 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പൊള്ളി ഇല്ല, പണ്ടിലെ ചൂടുവെള്ളം ചേർത്ത് വീഴുമ്പോൾ കുമ്പള പൊട്ടിയിരിക്കത്തില്ലേ? അതുപോലെ അതിനാണ് സൂര്യാഘാതം എന്ന് പറയുന്നത്. സൂര്യാഘാതം ഏൽക്കുന്ന സ്ഥലം 2 തരത്തിലാണ്. സൺബേണും ഉണ്ട്, സൺ സ്ട്രോക്കും ഉണ്ട്. മനസ്സിലാവുന്നു? അപ്പോൾ ഈ 2 തരത്തിൽ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളും പറയണം. നിങ്ങളല്ലേ ഇപ്പോൾ പഠിക്കുന്നത്. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങളായല്ലോ, ഓർമ്മ നശിച്ചു. അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞേ? അപ്പോൾ ഈ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. മനസ്സിലായോ? അതായത് 42 ഡിഗ്രി, 40. എന്നാൽ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു. കേരളത്തിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്? തൃശ്ശൂർ. ഇന്നലെ. പക്ഷെ എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? കൊല്ലവും പാലക്കാടും, പ്രത്യേകിച്ച് നമ്മുടെ കൊട്ടാരക്കര, പുനലൂര്. നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയാ പഴുത്താ ജീവിക്കുന്നേ? നമ്മുടെ അവസ്ഥ വളരെ കഠിനമാണ്. അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പ്രിക്കോഷൻസ് എടുക്കണം. നമ്മുടെ ഗ്ലാമറൊക്കെ നിലനിർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം? നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഇനി അടുത്ത കാലഘട്ടത്തിൽ വരുന്നവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം നമ്മൾ ആലോചിക്കണം. നമ്മുടെ കാര്യം ആലോചിക്കണം, ജീവജാലങ്ങളുടെ കാര്യം ആലോചിക്കണം. പാമ്പുകളെല്ലാം കൂടെ വരുന്നത് കാരണമുണ്ട്. അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തുകൊണ്ടാ? ഈ ചൂടുകൊണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. നിങ്ങൾ പ്രധാനപ്പെട്ട ഓരോ പോയിന്റുകൾ പറഞ്ഞു തുടങ്ങിക്കോളൂ. ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളും അതും ഇതും പറഞ്ഞല്ലോ. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞല്ലോ. ഇനി എന്തോ പറയുന്നേ? ചൂട് ഇത്രയും കൂടാനുള്ള കാരണം നിങ്ങളുടെ പോയിന്റ് പറ. ഓക്കെ, വെരി ഗുഡ് പോയിന്റ്. ഗ്ലോബൽ വാർമിംഗ്. എന്താ ഗ്ലോബൽ വാർമിംഗ്? അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നു, ഹ്യൂമിഡിറ്റി വർദ്ധിക്കുന്നു. പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ, പോയിന്റുകൾ പറഞ്ഞോ. പിന്നെ ചൂട് കൂടുന്നതിനുള്ള വേറൊരു കാരണം കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം ഇവിടെ മാത്രമാണോ? കേരളത്തിൽ മാത്രമാണോ? പിന്നെ കാർബൺ മോണോക്സൈഡ്, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, അതോടെ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് പ്രത്യേകം പറയണം കേട്ടോ. കുട്ടിയെ വലിച്ച് താഴോട്ട് നിർത്തിയോ? അപ്പം കാർബൺ മോണോക്സൈഡ്, അങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനം. മനസ്സിലാവുന്നോ? പിന്നെന്തുവാ വേറെ പോയിന്റുകൾ പറഞ്ഞോ. നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കുന്നതല്ലേ? കാലാവസ്ഥാ വ്യതിയാനം. അതുകൊണ്ട് പറ, പോയിന്റ് പറ. ചൂട് കൂടുന്നതിന് ഡീഫോറസ്റ്റേഷൻ ഉണ്ട്. ഡീഫോറസ്റ്റേഷൻ. പിന്നെ അടുത്തേ അത് തണുപ്പ് കുറയുന്നതിന് കാരണം. അടുത്തെന്താ പോയിന്റ്? നഗരവൽക്കരണം ഉണ്ടോ? നഗരവൽക്കരണം, അതായത് അർബൻ ഹീറ്റ് എഫക്റ്റ് ഉണ്ടാവുമോ? മനസ്സിലായോ എന്താ കാര്യം? പിന്നെ മൺസൂൺ വൈകുന്നത് ഒരു കാര്യമാണോ? അപ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം. നമ്മുടെ നാട്ടിൽ കെട്ടിടങ്ങൾ വർദ്ധിച്ചു, താപം. അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾ വർദ്ധിച്ചപ്പോൾ എന്ത് മരങ്ങൾ, നമ്മളീ പറയുന്നതിന് കൂട്ടാന്ന് പപ്പയൊക്കെ ജനിക്കുന്ന സമയത്ത് ഇവിടെ എന്തോ വീടുകളുണ്ടായിരുന്നു.
പപ്പ അന്നത്തെ കാലത്തുള്ള വേറൊരു സാധനം എൻ്റെ മനസ്സിലുള്ള ഓർമ്മയിരിക്കുക. എന്തോന്നറിയാം, നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് നമുക്ക് ഇതുപോലുള്ള മതിലുകളില്ലായിരുന്നു. എന്തില്ല? മതിലില്ല. അതെന്താ ഗുണം? എൻ്റെ പ്രത്യേകം പറയാം, ഇങ്ങനെ കിടക്കുക സ്ഥലം മൊത്തം, ഇങ്ങനെ കിടക്കുക. അപ്പം അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ മഴ പെയ്താൽ വെള്ളം എന്തോ ചെയ്യും? ഒഴുകി അല്ല, അവിടെ തടഞ്ഞു നിൽക്കുകയും ഒഴുകുകയും എല്ലായിടത്തും ഈ എല്ലാ ഏരിയയിലും വെള്ളം എത്തും. ഇപ്പം എങ്ങനെയാണെന്നറിയാമോ? ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങ് മതിൽ കെട്ടിയേക്കുക, എന്നിട്ട് അതിനകത്ത് കല്ലിട്ടേക്കുക നമ്മൾ എല്ലാവരും. അപ്പോൾ ഈ വരുന്ന വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യും? ഒഴുക്കി പുറത്തോട്ട് കളയും. അപ്പോൾ ഈ താഴ്ന്ന പ്രദേശത്തേക്ക് എന്ത് ചെയ്യും? വെള്ളം ശക്തമായിട്ട് ഒലിച്ചങ്ങെത്തും എല്ലാ സ്ഥലത്തു നിന്നും. അത് വെള്ളപ്പൊക്കത്തിന് ഒരു റീസണായി മാറും. മനസ്സിലാവുന്നോ? ഇപ്പൊ എല്ലായിടത്തും വെള്ളം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചെറുത്തുനിൽപ്പിന്റെ അതോടൊപ്പം തന്നെ തടാകങ്ങൾ ഉണ്ടായേനെ, ചെറിയ കുളങ്ങൾ ഉണ്ടായേനെ. ഇതങ്ങനെ ഉണ്ടോ ഇപ്പം? അപ്പൊ അത് ബാഷ്പീകരിക്കപ്പെട്ട് ഒരു കൂളിംഗ് അന്തരീക്ഷത്തിൽ ഉണ്ടാകേണ്ട എല്ലാ സാഹചര്യങ്ങളും കേരളത്തിൽ നിന്ന് പോയിരിക്കുന്നു. നഗരവൽക്കരണം വലുതായി ഉണ്ടായത് പ്രശ്നമാണ്. മനസ്സിലാവുന്നോ? അപ്പോൾ കുളങ്ങളും പുഴകളും തോടുകളും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ദൈവമേ, ശരിയാ കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ എത്ര തോടുണ്ടായിരുന്നു അറിയാമോ നമുക്കിവിടെ? കുളിക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അല്ല, അതാ പറയുന്നത്, ഒന്നും ഇപ്പൊ വെള്ളം എന്ന് പറയുന്ന സാധനമേ ഇങ്ങനെയുള്ള തോടുകളും പുഴകളും കാണാനേ ഇല്ല. മനസ്സിലാവുന്നോ? ഇപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൽ രാവിലെ 4 പേരുടെ നടത്തം അന്തരീക്ഷ താപം കൂട്ടാൻ കാരണമാവും, ഭാവിയിൽ ശാസ്ത്രലോകം കണ്ടെത്തും ആണ്. യവൻ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ യവൻ പറഞ്ഞുകൊണ്ട് അവനോട് ആളുകൾ അഭിമുഖീകരിക്കുന്ന വലിയ വിഷയം എന്താ? ആളുകൾ അഭിമുഖീകരിക്കുന്ന വലിയ വിഷയം എന്തോ ഇതുമായി ബന്ധപ്പെട്ട്? ശരീര ക്ഷീണം ഉണ്ടാവത്തില്ലയോ? പിന്നെ നിങ്ങളുടെ ദേഹത്തെല്ലാം എന്തോന്നാണ് നിങ്ങൾ പറയുന്നത്? ഭയങ്കര കുരുക്കൾ വരുന്നു. മനസ്സിലായോ? ചൊറിഞ്ഞു അയ്യോ ഇന്ന് രാവിലെ അതിനകത്ത് ഞാൻ ക്ഷീണിച്ച് വിയർത്ത് കുളിച്ചു കഴിഞ്ഞു കേട്ടോ. അത്ര ചൂടാ, ഹ്യൂമിഡിറ്റി ഭയങ്കരം കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചൂട്. ശരീരക്ഷീണം കൂടുതൽ, തലചുറ്റൽ ഉണ്ടാകുന്നു. മനസ്സിലാവുന്നോ? സൂര്യാഘാതം ഏൽക്കുന്നു, അതായത് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാവുന്നു, സൺബേൺ ഉണ്ടാവുന്നു, സൺസ്ട്രോക്ക് ഉണ്ടാകുന്നു. മനസ്സിലാവുന്നോ? സൺബേൺ പഠിച്ചിട്ടുണ്ടല്ലോ സ്കൂളിൽ. എന്താ സൺബേൺ? എന്തോ കാര്യം അറിയാമോ? അൾട്രാ വയലറ്റ് രശ്മികൾ ഡയറക്റ്റ് സൂര്യപ്രകാശത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ വന്നടിക്കുമ്പോൾ എന്തോ ചെയ്യുന്നു? പറഞ്ഞു. ഇത് പ്രധാനമായും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓസോൺ ലെയർ ഉണ്ടാകുന്ന പ്രശ്നം, ദാറ്റ് ഈസ് O3. O3 ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വിള്ളൽ ഉണ്ടാകുമ്പോൾ റേഡിയേഷൻസ് ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേസ് ഭൂമിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാവുന്ന കാര്യമാണ് എന്ത്? സൺബേൺ. ഓക്കെ. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് കാരണമാകാൻ പറ്റുന്ന ഒന്നാണ് അൾട്രാ വയലറ്റ് റേസ്. ഓക്കെ, അക്സെപ്റ്റ്. അൾട്രാ വയലറ്റും ഇല്ലേ? പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ഇൻഫ്രാറെഡ് ആകുമ്പോൾ വേവ് ലെങ്ത് കൂടുതലല്ലേ? ചൂട് മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടും. അതുകൊണ്ടാണ് സ്കിൻ ക്യാൻസർ ഉണ്ടാകും. വിറ്റാമിൻ ഡി, വൈറ്റമിൻ ഡി സ്കിന്നിന്റെ. ഓക്കെ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ അനുഭവപ്പെടുന്നേ? ഈ ഇപ്പം ഞാൻ പറഞ്ഞത് സൂര്യാഘാതം, അതേ വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാവുമോ? വൈദ്യുതി പ്രശ്നം ഉണ്ടാവുമോ? എൻ്റെ ദൈവമേ, വൈദ്യുതി എങ്ങാണം നിന്നു പോയാ രാത്രി എന്തോ ചെയ്യും? അപ്പം അതുകൊണ്ട് ആൾക്കാർ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വന്നെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എവിടുന്നാ? കൊട്ടിയത്തുനിന്ന്. നിതിൻ രാജ്. എന്തിനാ വന്നേ? ചേട്ടാ കൊച്ചി ഒരു AC അവിടെ കൊല്ലത്തെങ്ങും കിട്ടുന്നില്ല, കൊട്ടാരക്കര ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. ഞാൻ വിചാരിച്ചു ഇതെന്തോടാപ്പം 1 ടൺ, അതിന് 1 ടണ്ണ് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ AC-യുടെ ഉപയോഗം ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രമാത്രം AC-കൾ നമ്മുടെ നാട്ടിൽ. സാറേ AC ഉണ്ടോ? അപ്പം കേട്ടോ, ഇത്രമാത്രം AC-കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അത് പറഞ്ഞു മോള് പറഞ്ഞു. AC ഉപയോഗിക്കുന്നത് കാരണം അതിനകത്ത് നിന്ന് കറങ്ങുന്ന നമ്മുടെ മെഷീൻ ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ചൂട് കാറ്റ് കിട്ടുന്നുണ്ട്. അല്ല, ചൂട് പുറത്തേക്ക് വരുന്നു. അങ്ങനെ എത്രായിരം സ്ഥലത്ത് നിന്നാണ് ഈ താപമെല്ലാം കൂടെ പുറത്തേക്ക് പോകുന്നത്. മനസ്സിലാവുന്നു? ഈ ചൂട് ഇതെല്ലാം നമുക്ക് എന്തോത്തിന് പ്രശ്നമായി മാറുന്നു? ഭയങ്കരമായ രീതിയിലുള്ള ചൂട് കൂടുന്നതിന് കാരണമായി തീരുന്നു. എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം കൂടെ ഞാൻ പറയുക. ഇവിടെ 10,000-4,000 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് ഇറാനും
ഇസ്രായേലും ഒക്കെ. ഈ ഇസ്രായേൽ എന്നും ഈ പാലസ്തീനിലിട്ട് പൊട്ടിക്കുന്ന മൊത്തം അന്തരീക്ഷത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനടുത്ത് കിടക്കുന്ന നമുക്കൊക്കെ ഈ പ്രശ്നം, നമ്മളിപ്പം യഥാർത്ഥത്തിൽ അറബികളെ പോലായി, അവിടുത്തെ ചൂട് പോലായി നമുക്ക്. മനസ്സിലാവുന്നോ? യഥാർത്ഥത്തിൽ ചൂടടിച്ച് നമ്മൾ പുഴുങ്ങിയിരിക്കുക, ഗ്യാസ് ചേമ്പറിൽ ഇട്ടേക്കും നമ്മൾ പുഴുങ്ങി ഇങ്ങനെ ഇരിക്കുക. മനസ്സിലാവുന്നു? യമാർ ആരെങ്കിലും പിടിച്ച് അൽഫാമാക്കുമെന്ന എന്റെ പേടി. മനസ്സിലായോ? ഇനി അടുത്തൊരു പിന്നെന്തുവാ വേറെ ആർക്കാ പ്രശ്നം വരുന്നത്? ഇതാണ്ട് ഇത് വലിയൊരു പ്രശ്നമല്ലയോ? വേണ്ടേ, കാർഷിക മേഖലയെ തകർത്തു. മനസ്സിലായോ? കാർഷിക മേഖല തകർന്നു. അമര പച്ച മാത്രമേ കാണൂ ദുഷ്ടന്മാര്. ഉണങ്ങിയതൊക്കെ കാണണ്ടാ, കണ്ടോ? ലവന്റെ കണ്ണങ്ങനെ കണ്ടോ, അതിന്റെ കൊല വെട്ടിയോണ്ടാ ഉണങ്ങി കിടക്കുന്നത്. എന്തോ ഒരു ഡയലോഗ് അവനൊക്കെ ഇവിടുന്ന്. ഓക്കെ, അപ്പം എന്തോ ഇതെല്ലാം ഉണങ്ങിപ്പോയി, ചുക്കടിച്ചാണ്ടോ. ഇതിനകത്ത് എണ്ണത്തിനകത്ത് കായല്ല. അയ്യോ, ആ കായ ഉണ്ടോ, കൂമ്പുണ്ടോ? 5000 രൂപ ചിലവാക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന കായ ഇത്രയേ ഉള്ളൂ. മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചോണം. ഇലക്ട്രിസിറ്റി എല്ലാം പ്രശ്നമാണ്. പരീക്ഷയ്ക്ക് പഠിച്ചത് അന്നേ വിട്ടു. സൺ ബേൺ മറന്നുപോയി. കണ്ടോ, നിങ്ങൾക്ക് സൺ ബേൺ മറന്നുപോയി. ആ പ്രകാശ് അനക്കാൻ വരുവാ. മറ്റേ അനൂപ് പറഞ്ഞേക്കുന്ന ഫോർ ദ പീപ്പിൾ ഗുഡ് മോർണിംഗ്. താങ്ക് യു സുജാത, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ പപ്പ എന്ത് പറഞ്ഞു? കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവും. കൊറോണ പോലെ പെട്ടെന്നൊരു മരണസംഖ്യ ഇല്ലെങ്കിലും ഇന്ന് ഈ കൊച്ചിന് ഇത്തിരി ബുദ്ധിവൈഭവമുണ്ട്. കൊറോണ പോലെ വലിയ പെട്ടെന്നങ്ങ് മരണങ്ങൾ സംഭവിച്ചില്ലേലും. അപ്പം മനസ്സിലായോ? ഈ ചൂട് ദിവസേന നമ്മളെ മന്ദഗതിയിൽ ബാധിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയായി മാറുകയാണ്. മനസ്സിലാവുന്നോ? ആലോചിച്ചോണം, പേടിക്കണ്ട. 10 വർഷമായി വൈദ്യുതി കട്ടില്ല. LDF ഭരണത്തിൽ 10 വയസ്സ് ഉള്ള കുട്ടിക്ക് 10 വയസ്സുള്ള കുട്ടിക്ക് എന്താണ് ലോഡ് ഷെഡിങ് എന്ന് അറിയില്ല. നമ്മൾ അറബികളെ പോലെ എണ്ണ കൂടി മതി എന്ന. എടാ, ഇത് നമ്മളീ നിന്നോട് ഞാൻ എന്തോ പറയുന്ന അറിയാം. എടാ, ഇപ്പം നീ പറയുന്ന പണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ 3 രൂപ 75 പൈസയ്ക്ക് ഒരു യൂണിറ്റ് മേടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പം 7 രൂപയായി. കാരണം എടാ, നിന്റെ ഔദാര്യം വേണ്ടത്. ഞങ്ങൾക്കിത് എവിടെ ഇതിപ്പോൾ ഞങ്ങളങ്ങ് AC വേറൊരു പുതിയ സംവിധാനം അങ്ങ് മേടിച്ചാൽ പോരെ. ഞങ്ങൾ യഥാർത്ഥത്തിൽ പൈസ കൊടുത്താൽ ഇത് മേടിക്കുന്നേ, അല്ലാതെ 10 വർഷമായിട്ട് കറണ്ട് കട്ടില്ലാത്തതല്ല. ഞങ്ങൾ നേരിട്ട് പൈസ തരുന്നു, മേടിക്കുന്നു. വന്നേക്കുന്നവൻ പോട്ടെ, അവൻ്റെ കൂടെ നിന്ന് അവൻ ഇപ്പം അടുത്ത കൊണ്ട് വരും. അടുത്ത മറ്റ് അവകാശങ്ങൾ, അവനോട് ചോദിച്ചേ. ഇവനെ ഞാനങ്ങ് നേരെ മറ്റേ വികസനത്തെ പറ്റി അങ്ങ് പോയി. നമ്മുടെ പ്രശ്നങ്ങളായി പോട്ടെ. ഇവനെ കൊണ്ട് നീ ഒറ്റ കമൻറ്റ് ഇനി ഇടരുത്. അടുത്ത നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടോ, അടുത്ത കമ്മ്യൂണിസ്റ്റ് ഉണന്നു. അടുത്ത കേട്ടോ, അല്ല അപകടം, മറ്റുള്ള അപകടങ്ങൾ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? എന്തുവാ എന്താ റോഡ് അപകടം കൂടുന്നു? കമലൊന്നും കാണില്ലേ? റോഡ് അപകടം കാണുമെന്ന് വെയിൽ കൂടിയ വിയർത്ത് ഇങ്ങനെ ചൊറിയാൻ നേരം സ്റ്റിയറിംഗ് തെറ്റാ. അത് ശരിയാ. ഓക്കെ, അല്ലെ വളർച്ചയെന്ന് എപ്പോഴും പറയാം. വരൾച്ച, അത് പറയാം. വിഷപ്പാമ്പുകൾ പുറത്തല്ല, എല്ലാ പാമ്പും പുറത്തു വരും. ഓക്കെ, നീ പറഞ്ഞു. അടുത്ത എന്തോ ഞാൻ പറയുന്ന പോയിന്റ് കേക്ക്. വരൾച്ച ഒരു പ്രശ്നമാണോ? അതുണ്ടാവോ? വെള്ളം ഇല്ലായ്മയുടെ ഒരു പ്രശ്നം ഉണ്ടാവും. വെള്ളപ്പൊക്കവും ഉണ്ടാവും. വരൾച്ച ഉണ്ടാവും, അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവും. ഈ ചൂട് എന്തിനാണെന്നറിയാമോ? സെപ്റ്റംബറിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനാ. അങ്ങനെയുള്ള സംഭവം. സമതുലനാവസ്ഥ തകർന്നു. സമതുലനാവസ്ഥ അങ്ങനെയല്ലേ പറഞ്ഞത്? സമതുലനാവസ്ഥ എന്ന് പറയുന്നത് സന്തുലനാവസ്ഥ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ സമതുലനാവസ്ഥ എന്നങ്ങ് പറഞ്ഞു. ഓക്കെ, അപ്പം ചൂടും ഇതുകൂടെ എന്ത് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥ, അത് തകരുന്നു. മനസ്സിലാവുന്നോ? ഇന്നത്തെ ചൂട്, നാളത്തെ വെള്ളപ്പൊക്കം. ശരിയാണോ? വേണ്ട, ലവൻ പറയുന്ന കേട്ടോ, നാക്ക് വഴങ്ങുന്നില്ലെന്ന്. തൊക്കട വഴങ്ങുന്നത് കേട്ടോ. ഇല്ല, കറക്റ്റ് പിണറായിയുടെ ശിഷ്യം തന്നെ. ഇന്നലെ ആണെങ്കിൽ പെണ്ണുപിള്ളയും കൊണ്ട് അവിടെ നിന്ന് മാങ്ങ പറിക്കുന്നു വല്ലവൻ്റെ അയ്യത്ത് ചാക്കിനകത്ത്. ഒരു ഞങ്ങളൊക്കെ എങ്ങനെ വെക്കുന്നതെന്ന് അറിയാം. ഒരു ചാക്കിനകത്ത് 2 കൈ അങ്ങോട്ട് വെച്ചിട്ട് ഞങ്ങൾ അത് വീഴുന്നതനുസരിച്ച് ഓടിപ്പിടിക്കും. ഇതെങ്ങനെയാണെന്നറിയാം? ഭാര്യയും പ്രശ്നോടെ വീട്ടിലെ ഏറ്റവും വലിയ കവർ എടുത്തിട്ട്, ഷീറ്റ് എടുത്തിട്ട് ആ മാങ്ങ ഓടുക. പാവപ്പെട്ടവർ അവിടെ നിന്ന് താഴെ വിടും. അപ്പം മനസ്സിലാക്കണേ, അവനെ അത്രയെങ്കിലും പറയണം. അപ്പോൾ ഇനി ഒന്ന് പറ. മുൻകരുതൽ നിങ്ങൾ പറ. എന്ത് മുൻകരുതൽ എടുക്കണം? ചൂട് വരുന്ന എന്ത് മുൻകരുതൽ എടുക്കണം? സൺസ്ക്രീൻ വേണമെങ്കിൽ തേച്ചോ.
അത് തേക്കുന്നത് നല്ലതാണ്. അത് ക്യാൻസറൊക്കെ ഒഴിവാക്കും. 11 തൊട്ട് 3 മണി വരെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക. പുറത്തിറങ്ങുമ്പോൾ കുടകൾ പിടിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഏകദേശം 2 ലിറ്ററോളം വെള്ളം കുടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് 8 ഗ്ലാസ് വെള്ളം കുടിക്കുക. പിന്നെ കിഡ്നി പേഷ്യൻസ് ഒക്കെ വെള്ളം കുടിക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് മൊമെന്റ്, ക്രിയാറ്റിനെ കൂടി അവസാന മൊമെന്റ് ആണ്. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. വെള്ളം ധാരാളം ഇപ്പൊ കുടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ വേറെ കാര്യം കൂടെ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ കുഞ്ഞുങ്ങളും വാർദ്ധക്യമുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കൂൾ ഡ്രിങ്ക്സ് കുടിക്കരുത്. എന്തോ ഏതാ പെപ്സി, കൊക്കക്കോള അങ്ങനെയുള്ളത് കുടിക്കരുത്. അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷന്റെ സാധ്യതകൾ കൂടും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കാച്ചുവാ. കാരണം എന്തായാലും കൂൾ ഡ്രിങ്ക്സ് കുടിക്കണ്ട. കുടിക്കുന്ന എന്തുവാ അത് നാരങ്ങ പറയുന്ന കേക്കടേ പറയുന്ന കേക്ക്. നാരങ്ങ കുടിക്കണം. നാരങ്ങ വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക, തേങ്ങാവെള്ളം കുടിക്കുക. മനസ്സിലാവുന്നു? ഇതിനകത്ത് വെള്ളം കുടിച്ചാൽ മതി. നിങ്ങൾ അയ്യോ അവൻ പറയുന്ന കേട്ടോ, പ്രകാശ് പറഞ്ഞേക്കുന്ന ഡാ എന്റെ ഭാര്യ അല്ല, അടി തിരിക്കല്ലേ എനിക്ക്. അയ്യോ സോറി കേട്ടോ, ഞാൻ വിചാരിച്ചു ഐ ആം വെരി സോറി. അത് ആ വീട്ടുകാർ കേൾക്കാതിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിന്റെ ചുമതലയാണ്. കുളക്കട ഏരിയയിലേക്ക് ഈ വീഡിയോ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇനി അതിനകത്ത് എന്തോ ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിയർ കഴിക്കാമോ? ബിയർ കഴിച്ചോ? നിനക്ക് ബിയർ കഴിക്കാം. നീ അപ്പച്ച എന്തുകൊണ്ട് മനസ്സിലായോ? ബിയർ കഴിക്കാമോ അവൻ ചോദിക്കുക. ഇനി അടുത്ത് വേറൊരു ഗുണം എന്തോന്നറിയാമോ? ഈ ലൈറ്റ് കളർ വസ്ത്രം ധരിക്കണം. കോട്ടന് നമ്മുടെ കതറിടണമെന്ന് എല്ലാവരോടും പറയുന്നത് ഞങ്ങൾ അതുകൊണ്ടാണ്. ഞങ്ങൾ ഈ കതറിടുന്നത് എന്തുകൊണ്ടാണ്? നൈസായിരിക്കും. മനസ്സിലായോ? കുട്ടികൾ മുതിർന്നവരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. വീടിന് ചുറ്റും മരം നട്ടുപിടിപ്പിക്കണം. മനസ്സിലാവുന്നു? അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ്. പിന്നെ യവൻ പറഞ്ഞതിൻ്റെ തൊട്ട് ബിയർ കഴിക്കാമോ എന്നുള്ളത്. ബിയർ കഴിക്കണ്ട. പക്ഷേ ബിയർ തണുപ്പിന് നല്ലതാന്ന് പറയും. പക്ഷേ എന്തോ അവിടെയും ഡീഹൈഡ്രേഷന് സാധ്യതയുണ്ട്. കേട്ടോ, അതുകൊണ്ട് നീ ബിയർ കഴിക്കണ്ട. ബിയർ നീ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. മനസ്സിലായോ? ഇനി അവൻ അതിനകത്ത് ബിസിനസ് നോക്കുക കേട്ടോ. അവരുടെ പാർട്ടിക്ക് അധിക വരുമാനം ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത. ഊരാളുങ്കലെ ഏൽപ്പിക്കാൻ കുഞ്ഞിനെങ്കിലാ പറഞ്ഞാൽ ഊരാളുങ്കല അല്ലേ. ഇനി നമ്മളതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? ഈ പറയുന്ന ചൂട് ഒഴിവാക്കാൻ ഒരു മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് സംഭാവന ചെയ്യാൻ പറ്റും? പരിസ്ഥിതി സംരക്ഷിക്കാൻ പറ്റും. വീടിന് ചുറ്റും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഡീഫോറസ്റ്റേഷൻ നിർത്താൻ വേണ്ടിയുള്ളത് ചെയ്യണം. പിന്നെ വെള്ളം സംരക്ഷിക്കണം. പ്ലാസ്റ്റിക് ഉപയോഗം നിർത്തണം. മനസ്സിലാവുന്നു? ഒരു മരം ഒരു വനം എന്ന പദ്ധതിയുടെ ഭാഗമായി മാറണം. മനസ്സിലായോ? പിന്നെ നമ്മൾ പറഞ്ഞു സൺസ്ക്രീൻ തേക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അത് UV കിരണങ്ങളെ ത്വക്കിൽ ഒരു സംരക്ഷണം കൊടുക്കും. സ്കിൻ ക്യാൻസറിന്റെ സാധ്യതകളെ ഒഴിവാക്കും. ടാനിങ്, കറുപ്പ്, സ്കിന്ന് അങ്ങനെയൊക്കെയുള്ള സ്കിൻ ഡാമേജ് ഇവയൊക്കെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. മനസ്സിലാവുന്നോ? ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ നമ്മൾ കടയെടുത്ത് എത്തിയപ്പോഴത്തേക്കും. പിന്നെ പറയാം വേറെ എന്തുകൊണ്ട് നിങ്ങളുടെ പോയിന്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത്. പുറത്ത് തേക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന ക്രീമുകളൊക്കെ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് ഒരു 2-3 പ്രാവശ്യം എന്ത് ചെയ്യണം? ഒരു 2-3 മണിക്കൂർ ഇടപെട്ട് നമുക്ക് തേക്കാം. അതോടൊപ്പം തന്നെ വീടിന് പുറത്തേക്ക് പോകുന്നതിന് 15 മിനിറ്റ് 20 മിനിറ്റിന് ഇടയ്ക്ക് 20 മിനിറ്റ് മുമ്പ് നമുക്ക് തേക്കാം. ഇങ്ങനെയൊക്കെ അതിന് ഒരു സാഹചര്യം. അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ ക്രീം തേക്കുക എന്നുള്ളത് ഒരു പ്രൊട്ടക്ഷനാണ്. അതിന് പരസ്യം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലാവുന്നു? അടുത്ത എന്തോന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കണമെന്ന് വെച്ചാൽ വാട്ടർ ലെമൺ കഴിക്കണം, കുക്കുംബർ കഴിക്കണം, പപ്പായ കഴിക്കണം, ഓറഞ്ച് കഴിക്കണം. അല്ല അതെല്ലാം വേറൊരു കാര്യം കൂടെ ഓർത്തോണം. ഇതൊന്നും ജ്യൂസ് അടിച്ച് കുടിക്കേണ്ട. ഇതെല്ലാം പഴമായിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും ബെറ്റർ. എല്ലാവർക്കും 5 സെന്റ് 6 സെന്റ് വസ്തു ഉള്ളതെന്നുണ്ടെങ്കിൽ അപ്പുറത്തവൻ്റെ വീട്ടിൽ പെർമിഷൻ ചോദിച്ചിട്ട് മരം നടണം. അത് എന്തായാലും നീ മരം നട്ടേ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ ഞങ്ങൾ മാറ്റി ഞങ്ങൾ നടണം. ഓക്കെ? അല്ല അടുത്ത ഡയലോഗ് ഉണ്ട്. 5 സെന്റ് വസ്തു ഉള്ളത്. 5 സെന്റ് വസ്തുവിൽ എന്തോ ചുറ്റും കൊണ്ട് മരമല്ല വാഴയെങ്കിലും നട. ഓക്കെ? അടുത്ത ഇനി എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സാധാരണ ചൂടാണോ? അല്ല, പ്രകൃതിയുടെ മുന്നറിയിപ്പാണ്. കൊറോണ നേരിട്ടതുപോലെ നമുക്ക് ഒന്നിക്കാം. പ്രകൃതിക്കെതിരെയല്ല, പ്രകൃതിക്ക് അനുകൂലമായി ഒരുമിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു കേസ് എന്തോന്നറിയാവോടി? ഈ പറയുന്ന സാധനമേ ഈ പോളിസി മേക്കർമാർ ഭയങ്കര പ്രശ്നം കേരളത്തിൽ, അല്ല ഇന്ത്യയിൽ. കാരണം അറിവില്ലാത്തവന്മാർ വന്ന് നിയമസഭയിൽ വരും, ലോകസഭയിൽ വരും, രാജ്യസഭയിൽ വരും. യുവമാരുണ്ടാക്കുന്ന അതുകൊണ്ടാണ് ഈ പരിസ്ഥിതിയിലൊക്കെ അത് കൃത്യമായ രീതിയിലൊരു എന്താ ഉണ്ടാവണം? ഒരു പോളിസി മേക്കിംഗ് ഉണ്ടാവണം.
സീരിയസ് നമുക്ക് ഈ എത്തനോളൊക്കെ വലിയ പ്രശ്നമുണ്ട്. എത്ര കരിമ്പുകൾ നശിപ്പിക്കുന്നു. എത്തനോൾ കരിമ്പ് നശിപ്പിക്കുന്ന പറഞ്ഞാൽ അവന്മാർ പറയുന്നത് എത്തനോൾ എന്ന് പറയുന്നത് അയാളുടെ മോൻ്റെ നിതിൻ ഗഡ്കരിയുടെ മോന് ലാഭം ഉണ്ടാക്കാൻ. അല്ലാതെ അതിനകത്ത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് ഒത്തിരി പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവും. കരിമ്പാണോ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നിയന്ത്രിക്കുന്നത്. അത് പോട്ട് വേറെ എന്തോടെ ഉള്ളേ? അവൾ ഉടനെ അതിനകത്ത് രാഷ്ട്രീയം കെട്ടാൻ നിൽക്കും. നമ്മള് പറഞ്ഞേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇപ്പൊ വെയിലിന് ഡയറക്റ്റ് ഇപ്പൊ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നും ഇനി വരുന്ന ദിവസങ്ങളിൽ 11 മണി മുതൽ 3 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡയറക്റ്റ് സൺലൈറ്റ് കേൾക്കാൻ നിൽക്കരുത്. സൺബേൺ ഒക്കെ ഉണ്ടാവും, നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ സാധാരണക്കാരനെല്ലാം 100 രൂപ ഒരു 500 രൂപ വെച്ച് ഡെയിലി പ്രധാനമായിട്ട് അതൊക്കെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ പോരാ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനുള്ള ഏക മാർഗ്ഗമാണ് അവൻ ജോലിക്ക് പോകാന്നുള്ളത്. അവൻ ജോലിക്ക് പോകാതിരുന്നിട്ട് നിങ്ങൾ പറയുന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പൊ ഇതുപോലുള്ള സാധാരണപ്പെട്ട കടകളിലേക്ക് കയറുക, ഇതുപോലുള്ള KK നായരെ പോലുള്ളവരുടെ കടയിൽ കയറുക, ആവശ്യമുള്ള പഴം എടുത്ത് കഴിക്കുക. മനസ്സിലായോ? പൈസ കൊടുക്കാനില്ല, പിന്നെ കൊടുക്കാം. ഒരു 6 മാസം തണുപ്പ് വരുമ്പോൾ കൊടുത്താൽ മതി. മനസ്സിലായോ? അതെ. പിന്നെ അപകടങ്ങൾ ഉണ്ടാകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തലകറക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബൈക്കിലൊക്കെ പോകുന്നവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ വലിയ പ്രശ്നമുണ്ട്. അനേകം പ്രശ്നം നമുക്കിപ്പോ കാണാനായിട്ട് സാധിക്കും. കാട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു മൃഗങ്ങൾ, അത് ഒരു പാമ്പ്. മൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞേ? വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ഒരു ഘടകമാണ്. വനങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ടിരിക്കുന്ന അതൊരു ഘടകമാണ്. അങ്ങനെ വനങ്ങൾ എന്തായി മാറി? വനങ്ങൾ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്നായി. കാരണം എന്താ? യവൻ അങ്ങോട്ടും കയറുക. അങ്ങനെ കണ്ടോ നീ? റീല് വന്നാ പോരാ. നീ കണ്ടോ പാമ്പിനെ പിടിച്ചിട്ട് റോഡ് സൈഡിൽ കൊണ്ടിടുന്നത്? അത് ഉണ്ട്. ഇവിടെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇവിടെ ആധികാരികത ഭയങ്കര പ്രശ്നമാണ്. എന്റെ ഭാര്യ പറയുന്നത് പാമ്പിനെ പിടിച്ചിട്ട് റോഡ് സൈഡിൽ ഇടും. ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഓക്കെ, അടുത്ത പറയൂ. ഈ പാമ്പുകളൊക്കെ പിടിച്ച യഥാർത്ഥത്തിൽ എവിടെ ആക്കുന്നത്? അടിച്ചു കൊല്ലണമെന്നാണ് ചേട്ടൻ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇപ്പോഴത്തെ ഭയങ്കര ചൂട്. ചൂടിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, അതോടൊപ്പം തന്നെ പപ്പായ, മാങ്ങ, അതോടൊപ്പം വാട്ടർ ലെമൺ, അതോടൊപ്പം തന്നെ വാട്ടർ മെലൺ, അതോടൊപ്പം തന്നെ എന്തായിരുന്നു വാട്ടർ മെലൺ, പിന്നെന്തായിരുന്നു? ഞാൻ വാട്ടർ ലെമൺ എന്ന് പറഞ്ഞ വാട്ടർ പ്ലസ് ലെമൺ, കുക്കുംബർ കഴിക്കണം. ഇതൊക്കെ എങ്ങനെ കഴിക്കണമെന്ന് ജ്യൂസ് അടിച്ച് കഴിക്കണ്ട. ഇതെല്ലാം എന്ത് ചെയ്യണം പറഞ്ഞു? മറ്റെന്തോ ഏതാ പ്രശ്നമെന്ന്? ഏത് ജ്യൂസിനെ പറ്റിയാ ചോദിക്കൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ആകുമ്പോഴും അത്രയും എന്തില്ല, നീരില്ല. അപ്പൊ ആ ഹൈഡ്രേഷനും ഡീഹൈഡ്രേഷനും ഉണ്ട്. മനസ്സിലാവുന്നു? നമുക്ക് ഹൈഡ്രേറ്റിംഗ് നടക്കുന്ന രീതിയിലായിരിക്കണം. വെള്ളത്തിന്റെ ലഭ്യത ലഭിക്കണമെന്നുള്ളതാണ് ഓരോ ഫ്രൂട്ട്സിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജ്യൂസിനകത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ക്വാളിറ്റി ഓഫ് എന്ന് പറഞ്ഞ പന്ന വെള്ളം എനിക്ക് അത്രയും പറഞ്ഞു തരാനുള്ള ക്ഷമയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അപ്പൊ ഞാൻ പറഞ്ഞ അത് പ്രകാശേ, അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. കൊറോണ ടൈം ഒരു വർഷം ഒരു സംസ്ഥാനത്തെ എന്തോടെ കൊറോണ ടൈം ഒരു വർഷം സംസ്ഥാനത്തെ സംരക്ഷിച്ച LDF സർക്കാരിന് ചൂട് ഒരു വിഷയമല്ല. വെരി ഗുഡ്. യമാര് കാത്തിരിക്കുക. യമാർ ഇപ്പൊ എന്തുവരെന്നറിയാം? നേരെ മറിച്ച് ഒന്ന് അവസരം തരൂ. നേരെ മറിച്ച് ഇപ്പോൾ ഈ പറയുന്ന ചൂട് ഒരു 2 മാസം മുമ്പ്, ഇലക്ഷന് മുമ്പ് വന്നിരുന്നെങ്കിൽ പിണറായി വിജയൻ അധികാരം പിടിച്ചേനെ. അയാൾ വെയിലൊക്കെ കൊണ്ട് പൊള്ളിയ പടം കൊണ്ടൊക്കെ വന്നേനെ. നിന്റെ അടവ് കൈ ഇരിക്കട്ടെ കേട്ടോ പ്രകാശേ. ചൂടുണ്ടായിരുന്ന അല്ല കൊറോണ വന്നപ്പോ അങ്ങ് വൈകിട്ട് എഴുന്നേറ്റ് കരയുമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കരച്ചിലും തീർന്നു. ജനം പറഞ്ഞ് കടക്ക് പുറത്തെന്ന് പറഞ്ഞു. അതിന്റെ യഥാർത്ഥത്തിൽ ഈ വർഷം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനമോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനമോ ഒന്നുമല്ല ഇപ്പോ എന്തായത്. കോൺഗ്രസിന്റെ പ്രവർത്തനം ഒന്നുമല്ല ഇപ്പൊ അധികാരം തരാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ ധാർഷ്ട്യം നല്ലെന്നേ അന്ന് കൊടുത്ത് ജനം അങ്ങ് ചാത്തിരിക്കും. ഈ 2021 ഇത് കൊടുത്തത് തെറ്റായി പോയല്ലോ എന്ന് പിന്നെ മനസ്സിലായേ. അതുകൊണ്ട് ചൂട് സമയത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂട് കുറയ്ക്കാൻ സഹായിക്കും. ശരിയാണ്. കാരണം അതൊരു പ്രകൃതിയുടെ വലിയൊരു നിയമമാണ്. കാരണം അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് ഒരു ഓപ്ഷൻ തരുന്നത് നേഹാനിയ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ സീസണൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കണം. ഈ പ്രകൃതി ഓരോ സമയത്ത് നിങ്ങൾക്ക് തരുന്നത് ഇപ്പൊ ഇഷ്ടം പോലെ ഭയങ്കരമായ രീതി ഏതൊക്കെ ഫ്രൂട്ട്സ് കിട്ടും? മാംഗോ, അണ്ടിപ്പരിപ്പ് കിട്ടും. വേണ്ടൊക്കെ അണ്ടിപ്പരിപ്പ് ചെയ്യുന്നുള്ളൂ. അടുത്തേ പറയാണ്ടി മാംഗോ, പപ്പായ,
ഇപ്പോൾ ഓറഞ്ച് വന്നു തുടങ്ങുന്നു. ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. ഇപ്പോൾ വാട്ടർ ലെമൺ, വാട്ടർ മെലോൺ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നു. വെച്ച് തിന്നോണം, മനസ്സിലായോ? പിന്നെന്താ, എനിക്ക് എപ്പോഴും വാട്ടർ ലെമൺ എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളം കുടിച്ചുള്ള ആ ഒരു സംഭവം പറയാം. തണ്ണിമത്തൻ, അതോടൊപ്പം തന്നെ വേറെ എന്തുവാരെന്ന് പറഞ്ഞാൽ ഞാൻ പറയുമല്ലോ, കുക്കുംബർ. മനസ്സിലായോ? ഇത് ഇഷ്ടം പോലെ കഴിക്കുക, നല്ല രീതിയിൽ ഉപയോഗിക്കുക. കാരണം ഈ സമയത്ത് ഇതെല്ലാം ധാരാളമായി ലഭിക്കുന്നതിന്റെ കാരണം പ്രകൃതിക്കറിയാം ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് മനുഷ്യർ ഇത് സുലഭമായി കഴിച്ചോട്ടെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ചൂടിന് വേണ്ടി എല്ലാവരും ഒന്നിക്കുക. ബോധമാണ് വേണ്ടത്. പ്രായമായ അമ്മച്ചിമാർ പ്രത്യേകം ചൂട് കൊള്ളാതെ ശ്രദ്ധിക്കണം. ചൂട് ഏക്കരുത്. കഠിനമായ ചൂട് പ്രശ്നത്തിന് കാരണമാണ്. സൺബേൺ പോലെ ഉള്ളത് ഉണ്ടാകും. ഓക്കെ, സൺ സ്ട്രൈക്ക്, സൺ സ്ട്രൈക്ക് അല്ല, സ്ട്രോക്ക്. അവർക്ക് എപ്പോഴും സ്ട്രൈക്കിനെ പറ്റി